ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നേതി എന്ന സിനിമയുടെ സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമാണ്. സംവിധായകൻ റോയ് അച്ഛനെയും സിനിമാറ്റോഗ്രാഫർ ഷിനൂപ് ചേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനിപ്പോൾ ഈ കപ്പുച്ചൻ സഭാ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമയെ എന്ന ഫീൽഡിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? സിനിമ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചും കഥയെക്കുറിച്ചും ഒക്കെ നമുക്ക് പണ്ട് തൊട്ടേ താല്പര്യമായിരുന്നു. പിന്നെ കൂടുതലും എഴുത്തിൻ്റെ മേഖലയിലായിരുന്നു. പക്ഷെ സിനിമ പഠിക്കാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഈ വൈദിക സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഒരു സിനിമയൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ഒക്കെ നേരിടേണ്ടി വരുമല്ലോ. അപ്പം അച്ഛൻ എങ്ങനെ അതിനെയൊക്കെ അതിജീവിച്ചത്? ആദ്യം അങ്ങനെ സിനിമ പഠിക്കുക, അന്ന് ഞാൻ സിനിമ പഠിക്കുന്നത് 2010-11 മീഡിയ വില്ലയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് സിനിമ പഠിക്കാമെന്ന് എന്നെപ്പോലൊരു അച്ഛന് പഠിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ എൻ്റെ സഭാസമൂഹം കുറേ കൂടെ തുറന്നൊരു മനസ്സോടുകൂടി അതിനെ കണ്ടു, എന്നെ പഠിക്കാനായിട്ട് അനുവദിച്ചു. അങ്ങനെ സിനിമ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റി. സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റി. പിന്നെ സിനിമ അങ്ങ് ചെയ്യുക എന്നുള്ള താല്പര്യത്തോടു കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഫീച്ചർ ആദ്യമേ ഞാൻ ചെയ്തത് വളരെയധികം ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും ഒക്കെയാണ്. അതിനുശേഷമാണ് എനിക്കൊരു ബ്രേക്ക് ഉണ്ടാകുന്നൊരു ദ ലാസ്റ്റ് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലൂടെയാണ്. അപ്പോൾ അതിനുശേഷം ഒരു ഫീച്ചർ ലെങ്ത് സിനിമയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ചലഞ്ച് ഉണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പം എനിക്ക് മുഴുവൻ ധൈര്യമായിരുന്നു. കാരണം സിനിമ നമുക്ക് പഠിച്ചു, എനിക്ക് ചെയ്യണം, ഷോർട്ട് ഫിലിം ചെയ്യുന്നതിൻ്റെ ധൈര്യമുണ്ട്, സിനിമയോട് നല്ലൊരു അഭിനിവേശമുണ്ട്, ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. നല്ല കൂട്ടുകാർ, നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാച്ച്മേറ്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് നല്ല ധൈര്യമായിരുന്നു. പിന്നെ സഭയിൽ നിന്നുള്ളൊരു എല്ലാവരുടെയും ഒരു അധികാരികളുടെ ഒന്നൊക്കെ ഭാഗത്ത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറിട്ടൊരു മാധ്യമമാണല്ലോ, ഇതിലേക്ക് പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ, ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഒക്കെ കാണുകയില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊട്ടും പിന്നോട്ട് വന്നില്ല, വളരെ ധൈര്യത്തോട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ സിനിമയിലേക്ക് വരികയായിരുന്നു. ഈ നേതി എന്നുള്ള ഈ സിനിമയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ്? ആ കഥ അച്ഛനെ എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്? നേതി എന്ന ഈ ഷോർട്ട് ഫിലിം എൻ്റെ സിനിമയിൽ ഞാൻ എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhDക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളെ കണ്ടു. അതായത് നേതിയുടെ പ്രധാന കഥാപാത്രത്തിൻ്റെ മനസ്സുള്ള 1, 2, 3 കഥാപാത്രങ്ങളെ കാണാനായിട്ടിടയായി, ജീവിതത്തിൽ അഭിമുഖീകരിക്കാനായിട്ടിടയായി. അപ്പം ഇവർക്കൊരു കഥയിലേക്ക് ഇവർക്ക് ജീവൻ കൊടുക്കണമല്ലോ, ഈ പ്രത്യേക മനസ്ഥിതിയുള്ള ആൾക്കാർക്ക് ജീവൻ കൊടുക്കണമല്ലോ, ഈ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കണമല്ലോ എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് വാസ്തവത്തിൽ നേതി എന്ന സിനിമയിലേക്ക് വരുന്നത്. കഥ വന്നു. കഥയുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ പറഞ്ഞ ക്യാമറാമാനുമായിട്ടും എൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള സ്മിർനുമൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ സിനിമയിലേക്ക് പിന്നെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. സ്ക്രിപ്റ്റ് ആവുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരുന്നു. ഇതിൽ അഭിനേതാക്കളെയൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? അഭിനേതാക്കളെ, അതായത് ഈ കഥയ്ക്ക് പറ്റിയ അഭിനേതാക്കൾ ആരാണെന്ന് ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചു. അപ്പം പലരും ഞങ്ങളുടെ മനസ്സിൽ വന്നു. പക്ഷേ ഇദ്ദേഹത്തെ ജയശങ്കർ എന്ന് പറഞ്ഞ ഈ ആക്ടറിലേക്കാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഒന്നിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ ഈ കഥാപാത്രത്തിന് പറ്റിയ ഈ നടനെ ജയശങ്കറിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുകയായിരുന്നു. ചേട്ടൻ ഈ സിനിമയിലെ ക്യാമറമാനായിട്ടാണല്ലോ, അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാനും അച്ഛനും വർഷങ്ങളായിട്ടുള്ള പരിചയം. ഇപ്പോൾ അതിന് മുമ്പ് അച്ഛൻ്റെ ദ ലാസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള സിനിമ ഷോർട്ട് ഫിലിം ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫീച്ചർ ലെന്ത് മൂവി കാറ്റിനരികെ, ഇത് ഞങ്ങളുടെ 3ാമത്തെ പ്രോജക്റ്റാണ്. അച്ഛനായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി അച്ഛൻ പറയുന്ന ഒരു കഥേനെ വിഷ്വൽ ലാംഗ്വേജായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അപ്പം നമ്മൾ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ഐഡിയ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് മാത്രമല്ല, അതായത് നമ്മൾ കഥയെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ പല ടീമുകളായിട്ട് ചർച്ച ചെയ്യും. അങ്ങനെ ഓൾറെഡി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല. അപ്പോൾ അച്ഛൻ എന്താണ് ഉദ്ദേശിച്ചത്, ഇപ്പം ഒരു സീനിൽ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമോഷൻ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഇടയിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഓട്ടോമാറ്റിക് നമുക്ക് ക്ലിക്കാവും. അതുതന്നെ. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല ഞങ്ങളുടെ ഇടയിൽ. പിന്നെ ഈ സിനിമയുടെ കഥ ആദ്യം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്താ തോന്നിയത്? ഇത് ഓൾറെഡി ആക്ച്വലി സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കഥ എഴുതി ഇതിലൊരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഫൈനൽ റിസൾട്ട് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മളത് കുറച്ചുകൂടി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്കത് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇപ്പോൾ ആർട്ട്, കോസ്റ്റ്യൂം, അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേരുന്നതാണല്ലോ. അപ്പോൾ അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതിനെ എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഷോർട്ട് ഫിലിമിൽ വാഴ എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻസ് ആണ്. ഇതിനെങ്ങനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം, എങ്ങനെ അതൊരു ഫീൽ കൊണ്ടുവരണം. അപ്പം അവരോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിതിങ്ങനെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അച്ഛൻ ഉദ്ദേശിച്ച റിസൾട്ട് കൃത്യമായിട്ട് അതിനകത്ത് കിട്ടി. അപ്പം അങ്ങനെയാണ് അതിനെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ അച്ഛന്? ഒരുപാട് സിനിമകൾ നമുക്കറിയത്തില്ല. എന്തായാലും അടുത്ത സിനിമയുടെ വർക്കിലാണ്. അതായത് അതൊരു വലിയ സിനിമയായിരിക്കും, ഒരു ഫീച്ചർ ലെങ്ത് മൂവി ആയിരിക്കും. അപ്പം അതൊരു വ്യത്യസ്തമായുള്ളൊരു തീമിനെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അതിൻ്റെ വളരെ ബേസിക്കായുള്ള കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കും. തിരക്കഥ രചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുതായിട്ട് സിനിമ ഫീൽഡിലോട്ട് വരുന്ന ആൾക്കാർക്ക് എന്താണ് അച്ഛൻ ഒരു ഉപദേശം പോലെ എന്താണ് പറയാനുള്ളത്? ഉപദേശം പറയാനായിട്ടൊന്നും നമ്മൾ വാസ്തവത്തിൽ ആളല്ല. എങ്കിലും സിനിമ എന്ന മാധ്യമത്തിനോട് സിനിമ പഠിക്കുന്നവർ അതിൽ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാം. എന്തുമാത്രം നമ്മൾ സിനിമ എന്ന മാധ്യമത്തിൽ ഇൻവോൾവ് ചെയ്യുന്നു, എന്തുമാത്രം ഈ സബ്ജക്റ്റ് പഠിക്കുന്നു, എന്തുമാത്രം നല്ല സിനിമകൾ കാണുന്നു, നമ്മൾ ചെയ്ത് പഠിക്കുന്നു, നമ്മൾ കഥകൾ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ കഥകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് സിനിമയ്ക്ക്. അപ്പോൾ അതിനകത്ത് അങ്ങോട്ട് മുഴുകുക. എനിക്ക് സൊസൈറ്റിയോട് എന്തോ ഞാൻ പഠിക്കുന്ന മാധ്യമത്തിലൂടെ പറയാനായിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോട്ടലി ഡെഡിക്കേറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ക്യാമറാമാൻ ആയിരിക്കാം, എഡിറ്ററായിരിക്കാം, ഡയറക്ടറായിരിക്കാം, സൗണ്ട് എഞ്ചിനീയർ ആയിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, അഭിനേതാവായിരിക്കാം, അഭിനേത്രി ആയിരിക്കാം, ആരും ആയിരിക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്ന സംഗതിയോട് മാക്സിമം ഉത്തരവാദിത്വം പുലർത്താനായിട്ട് ഞാൻ തയ്യാറായി കഴിഞ്ഞാൽ ഗംഭീര റിസൾട്ടുകൾ എന്നിൽ നിന്ന് സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ്റെ മനസ്സിലുള്ള നേതി എന്ന കഥയെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണല്ലോ സിനിമാറ്റോഗ്രാഫർ എന്ന ചേട്ടൻ. അപ്പോൾ ചേട്ടന് അതിന് ഫേസ് ചെയ്ത ചലഞ്ചസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? ഇപ്പം നേതി എന്ന ഷോർട്ട് ഫിലിമിന് മുമ്പ് അച്ഛനൊരു ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാറ്റിനരിക എന്ന് പറഞ്ഞുള്ളൊരു ഫീച്ചർ ലെങ്ത് മൂവി ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പ്രോജക്റ്റാണ്. അപ്പോൾ മറ്റുള്ള പ്രോജക്റ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഈ നേതിയുടെ സ്റ്റോറി തന്നെയാണ് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ ഈ രണ്ട് ഇത് സിനിമയിലും ഷോർട്ട് ഫിലിമിലും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറച്ചിലിന് ഉപരി ഇതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. വിഷ്വൽ ലാംഗ്വേജിനാണെന്ന് പറഞ്ഞാൽ പോലും ഇതിൻ്റെ ഒരു നോർമലിൽ പോകുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള കഥ പറച്ചിലും അതോടൊപ്പം തന്നെ വിഷ്വലൈസും വേണം. അപ്പോൾ അച്ഛൻ കഥ പറഞ്ഞപ്പം തന്നെ ഇങ്ങനത്തെ ഒരു ഡിമാൻഡ്, അതായത് നമുക്കിതിനകത്ത് സിനിമയിലൊരു സിംഗിൾ വാഴ വേണം, ഇങ്ങനത്തെ ലൊക്കേഷൻസ് വേണം. അപ്പം ഇങ്ങനെയുള്ള ലൊക്കേഷൻസ് വേണ്ടി നമ്മൾ ഒരാഴ്ചത്തെ ലൊക്കേഷൻ കണ്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ കിട്ടണം. ഇപ്പം നമ്മൾ കഥയുടെ വീട് ഒരു സ്ഥലത്ത്, വാഴത്തോട്ടം ഒരു സ്ഥലത്ത്, അങ്ങനെ വെള്ളച്ചാട്ടം ഒരു സ്ഥലത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഓൾറെഡി നേച്ചറിനെ മാക്സിമം കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ അച്ഛൻ എന്താണ് ആശയങ്ങൾ, എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ വിഷ്വൽ എങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് നമ്മളൊരു സിമെട്രി കോമ്പോസിഷൻ മൊത്തത്തിൽ നമ്മൾ ഫോളോ ചെയ്തു. അതിനുശേഷം ലൈറ്റിങ്, പിന്നെ കഥയിലെ നമ്മൾ ആദ്യത്തെ ഷോട്ട് തന്നെ കാണിക്കുമ്പോൾ ഒരു ഹെലിക്യാം ഷോട്ട്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റോളം ഒരു സിംഗിൾ ഷോട്ടാണ്. അത് ഓൾറെഡി നമ്മൾ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അത് ഓൾറെഡി നമ്മൾ കഥ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ആ ഹെലിക്യാം ഷോട്ട് ക്ലോസ് ആയിട്ട് പിന്നെ വരുന്ന മെയിൻ ക്യാരക്ടറിലേക്കാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മിനിറ്റേ ഉള്ളൂ. 14 മിനിറ്റ് കൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം, ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി നമ്മൾ പറഞ്ഞു പോകണം. അപ്പം അങ്ങനെയുള്ള പല ഏരിയ നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നേച്ചർ എപ്പോഴും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പോകണം. അത് ഒരു സാധാരണ, അതായത് റിയാലിറ്റി, അതായത് സാധാരണ ഒരാൾക്കാരുടെ ലൈഫാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൽ പല ലെയറുകളുണ്ടാവണം. ഒരു ക്യാമറമാനെ സംബന്ധിച്ചോളം ഇതിനകത്ത് കഥയോടൊപ്പം തന്നെ ഒരു വിഷ്വലൈസ് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യണം. അപ്പോൾ നാച്ചുറൽ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ടീം വർക്കിൽ നമ്മൾ ചെയ്തപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റി. ഈ സിനിമ പൂർത്തീകരിക്കാൻ എത്ര ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യം? നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 2 ദിവസമാണ്. 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഷൂട്ടും ഫുൾ ഡേ, അതായത് ഡേ ഫോർ നൈറ്റ് ഇല്ല, അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് അഭിമാനം തോന്നിയ ഒരു ഷോട്ട് ഏതായിരുന്നു? ഒരു സിനിമ ഡ്രൈവറെ സംബന്ധിച്ചോളം ഒരു വർക്കിലെ എല്ലാ ഷോട്ടുകളും നല്ല ഷോട്ടുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് നേതിയിൽ ഇപ്പം നമ്മളിപ്പം ചെയ്ത സമയത്ത് ഇപ്പം നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ക്ലൈമാക്സ് സിറ്റുവേഷൻസ് ഉണ്ട്. പുള്ളി ഒരു വാഴയായിട്ടുള്ളൊരു സംഘടന നമ്മൾ ഷൂട്ട് ചെയ്ത്. അപ്പോൾ ആക്ച്വലി നമ്മൾ കഥയിൽ വായിക്കുമ്പം തന്നെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇത് പോകാതെ, അത് ക്ലൈമാക്സ് ആണ്, അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മളിപ്പോഴും വിഷ്വൽ കൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളത് ചെയ്തിരിക്കുന്ന ഒരു ബ്രീത്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റായിട്ട് തോന്നി. അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ സൗണ്ടും ആളുടെ ക്യാരക്ടറിൻ്റെ ഇമോഷനും കൃത്യമായിട്ട് തന്നെ നമുക്കത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നേതി എന്ന സിനിമയുടെ സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമാണ്. അവരുടെ ഈ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഈ പ്രോഗ്രാമിൻ്റെ പേരിലും മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.